മോദിജി ചാടും, മേലത്തുള്ള ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചു, ഇതോ മോദിജി ഏറ്റവും മേലുണ്ട്. അവിടുന്ന് പിടിവിട്ട് താഴെ വീണ് ചന്തിയും കൂട്ടി താഴെ ഒറ്റ വെക്കില്ല അപ്പട്ടേ എന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് ഗോതി മീഡിയയും ഈ പറഞ്ഞ ഒരു മലനാടന്മാരും നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നില്ല. ലോകത്ത് പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഏറ്റവും എളുപ്പമുള്ളത് സംഘികളാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിസംഗികളും മുസംഗികളും എച്ചിലുകളും ഒക്കെ ഇവന്മാരെങ്ങനെ പറ്റിച്ച് ഇവന്മാർക്ക് ഇച്ചിരി സുഖം കൊടുക്കുന്ന അല്ല അന്ധഭക്തത നിറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഈ പാവങ്ങൾ അങ്ങ് വെക്കും. പിന്നെ ഈ പാവങ്ങളായിക്കോളും അതുമ്മ കിടന്ന് മെഴുകി തോറ്റ് അപ്പിട്ടിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിക്കും മുതലെടുക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ക്രിസംഗി യൂട്യൂബേഴ്സും മുസംഗി യൂട്യൂബേഴ്സും പിന്നെ എച്ചിൽ യൂട്യൂബേഴ്സും ഒക്കെ കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഇവർക്ക് അറിയാം എങ്ങനെ കൊടുക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ അതിലിങ്ങ് ചാടി വെക്കും, ആ ചാണത്തിലോട്ട് വീണ് അതിൽ കിടന്ന് മെഴുകിക്കോള് സംഘികൾ എന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാരത് മുതലെടുക്കുന്നതും. ഞാൻ ഇന്ന് രാവിലെ ഒരു ന്യൂസ് കണ്ടിട്ട് ഒരു വലിയ ഒരു ക്രിസംഗി ഇട്ട ഒരു പോസ്റ്റ് ആയിരുന്നു. ഇതാട്ടോ പോസ്റ്റ്. മോദിയുടെ ബെസ്റ്റ് ടൈം, വലിയ വില ട്രംപ് കൊടുക്കും, എണ്ണ ഇന്ത്യ കൊണ്ടുവരും. മോദിയുടെ ബെസ്റ്റ് ടൈമാണ്, വില ട്രംപ് കൊടുത്തോളും, ഇന്ത്യ മൊത്തം എണ്ണയായിട്ട് വന്നോളും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പാവപ്പെട്ട സംഖ്യ എന്ത് വിചാരിക്കും? എൻ്റെ മോദിജി, എൻ്റെ വിശ്വഗുരു, എൻ്റെ വിശ്വചക്കഗുരു എന്തൊക്കെ ചെയ്യുന്നത്, പുള്ളിനെ കൊണ്ട് ഒരു രക്ഷയില്ല, പുള്ളി കംപ്ലീറ്റ് വില ആര് കൊടുക്കും? ട്രംപ് കൊടുക്കും. ട്രംപ് കൊടുത്തിട്ട് നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവരും. അപ്പം ഞാനിതൊന്ന് കേട്ട് നോക്കി, എന്താണ് ഇപ്പൊ ഇങ്ങനെ സംഭവം ഉണ്ടായോ? അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് ഒരടി കൊടുക്കാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 100 മണ്ടക്കെട്ട് നമ്മുടെ മോദിയുടെ മണ്ടക്കെട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ട്രംപ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മോദിക്കിട്ട്, അതായത് മോദിക്ക് എന്നെ പേടിയാണ്, അല്ലെങ്കിൽ മോദി എന്നെ ഹാപ്പി ആക്കാൻ എന്തും ചെയ്തോളും എന്ന് പറഞ്ഞ ട്രംപിനെ നമ്മൾ കേട്ടു. അപ്പം എവിടെയാണ് ഇപ്പൊ ഇങ്ങനെ സംഭവം? അങ്ങനെ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് വെനിസ്വേലയിലെ എന്താ പറയാ ഭരണമൊക്കെ പോയി, അവിടുത്തെ പ്രസിഡന്റിനെ നമ്മുടെ ട്രംപണ്ണൻ സ്വന്തം നാട്ടിലോട്ട് കൊണ്ടുവന്ന്, അപ്പൊ ഇനി അവിടെ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ട്രംപ് തീരുമാനിക്കും എന്നാണല്ലോ. അതുകൊണ്ട് ഈ വെനിസ്വേലയുടെ തൊട്ടടുത്ത് ഗിയാന എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യമുണ്ട്. ഈ ഗിയാന എന്ന് പറഞ്ഞ രാജ്യം 2017 വരെ ഒരു പട്ടിണി രാജ്യമായിരുന്നു, വളരെ ബുദ്ധിമുട്ടിൽ കൊണ്ടിരുന്ന രാജ്യമായിരുന്നു. ഈ രാജ്യത്ത് 40% ഇന്ത്യക്കാരാണ്. പണ്ട് ഇന്ത്യന്ന് എന്താ പറയാ നാട് കടത്തിയിട്ടുള്ള, അങ്ങനെ ഇന്ത്യൻ കോളനി ആയിട്ട് വന്നിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ ഒരു 40% ഇന്ത്യക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ, 28% അതിൽ ഹിന്ദു, അതായത് ഹിന്ദു എന്നല്ല ആ ഒരു വംശജരാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈ ഒരു ബാക്കി വരുന്ന എനിക്ക് 40-45% വരുന്നത് പിന്നെ ക്രിസ്ത്യാനിറ്റിയാണ്. വെറും 7% മാത്രം മുസ്ലിങ്ങളെ ഈ രാജ്യത്തുള്ളൂ. പക്ഷേ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത് ഒരു മുസ്ലിമാണ്. അയാൾ ഭയങ്കര നല്ല രീതിയിൽ അവിടെ ഭരണം നടത്തുന്നത്. 2017 കഴിഞ്ഞപ്പം അവിടെ വലിയ രീതിയിലുള്ള എണ്ണ കണ്ടെത്തി. അപ്പൊ ആ എണ്ണ കണ്ടെത്തിയത് മുതൽ അതെങ്ങനെ അതിനെ എന്താ പറയുക രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ GDP-യിലോട്ട് അതെങ്ങനെ ഉയർത്താം എന്നുള്ളത് വ്യക്തമായിട്ടും വളരെ നല്ല രീതിയിൽ ഈ ഒരു അവിടുത്തെ ഈ ഒരു എന്താ പറയുക പ്രസിഡന്റ് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു. അങ്ങനെ ഇപ്പം ഭയങ്കരമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു GDP ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഗിയാന. അപ്പൊ ഗിയാനയിൽ 2018-ലോ 19-ലോ 20-ലോ മോദി അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ ഒരു ഓയിൽ ഡീലൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു ലോങ് ടേം ഡീലൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ട് പോന്നിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഓയിൽ ഇറക്കി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഇത് ട്രംപും വെനിസ്വേലയും ഇതും എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നാണ് അടുത്തതായിട്ട് നമ്മുടെ ഈ യൂട്യൂബർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ യൂട്യൂബർ പറയുന്നത് ഈ ഗിയാനയുടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ആ സ്ഥലത്ത് ഓൾറെഡി വെനിസ്വേല അവരുടേതാണെന്നും പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. അവിടുന്ന് വേണ്ട രീതിയിലുള്ള ഓയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ ഗിയാനക്ക്. ഇപ്പം വെനിസ്വേലയുടെ പ്രധാന എന്താ പറയാ പ്രസിഡന്റ് പോയി അവിടെ അമേരിക്ക എടുത്തു. അപ്പം ഇനി ഇങ്ങനത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവില്ല. അവിടുന്ന് നമ്മൾ കൂടുതൽ ഓയിൽ നമ്മൾ വീണ്ടും, അതായത് ക്രൂഡ് ഓയിൽ നമ്മൾ വീണ്ടും അവിടുന്ന് എണ്ണ നമ്മൾ എടുക്കും. അങ്ങനെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 2026 പുതിയ കരാറിലോട്ട് ഒപ്പിടുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് അവിടെ, ഈ ഓപ്ഷൻസിന്റെ സമയത്ത് ഇന്ത്യക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടുന്ന് ചുരുങ്ങിയ പൈസ കുറഞ്ഞ ചെലവിൽ ഇന്ത്യ അവിടുന്ന് ഓയിൽ എടുത്തു കൊണ്ടുവരും. ഇത് മോദിയുടെ തന്ത്രമാണ്, ഇമാതിരി തന്ത്രങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പൊക്കി വെച്ചിരിക്കാം. ഇത് കണ്ട് സംഘികൾ ആനന്ദ പുളകിതരായിട്ട് അതിൻ്റെ ഇടയിൽ മെസ്സേജ് അയച്ചുകൊണ്ടേ അല്ല കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സത്യത്തില് ഇയാൾ പറഞ്ഞത് സത്യമാണ്. നമ്മളവിടെ ലോങ് ടൈം ഡീൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓയിലും പിന്നെ എന്താ പറയുക ഭാരത് പെട്രോളിയോ, ഇന്ത്യൻ ഓയിലും പിന്നെ വേറെ ഏതൊരു കമ്പനിയും കൂടെ അവിടുന്ന് ഓയിൽ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയുള്ള കാര്യമാണ്. അതായത് നമുക്ക് റഷ്യ എന്നുള്ള ഓയിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ സംഖ്യകൾ മാത്രമേ സമ്മതിച്ച് തരാത്തേ ഉള്ളൂ. അല്ല, ലോകത്തെ ബാക്കി എല്ലാവരും സമ്മതിച്ചു. ഇന്ത്യ അതായത് റഷ്യ എന്നുള്ള ഓയിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഏതോ ഒരാൾ എന്താ പറയുക 2 കണ്ടെയ്നർ നിറച്ച് ഫുൾ ഓയിലായിട്ട് വരുന്ന റിലയൻസിന്റെ
ഒരു ഇതുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനായി ബന്ധപ്പെട്ട് റിലയൻസ് ഇൻഡസ്ട്രീറ്റ് നടത്തിയ ഒരു പുതിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത് റിലയൻസിന്റെ മറുപടിയാണ്. റഷ്യൻ ക്രൂഡ് ഓയിലുമായി 3 കപ്പലുകൾ റിലയൻസിൻ്റെത് ജാംനഗറിന്റെ പ്ലാന്റിലോട്ട് വരുന്നുണ്ടെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്, അസംബന്ധമാണെന്ന് റിലയൻസ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് റഷ്യയിൽ നിന്നും നമ്മൾ റിലയൻസും നമ്മുടെ ഇന്ത്യൻ കമ്പനികളൊന്നും എണ്ണ വാങ്ങുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം മൂലം നമ്മൾ ഈ പറഞ്ഞ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് റിലയൻസ് തന്നെ പുറത്തു പറഞ്ഞു. ഇപ്പോഴും സംഖ്യയ്ക്ക് ഇപ്പോഴും സമ്മതിച്ചില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ അവസ്ഥ. അപ്പം റഷ്യൻ എണ്ണൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ മറ്റ് പല ഓപ്ഷൻസും അമേരിക്ക മാത്രമല്ലാത്ത ഇറാഖ്, മറ്റേ ഇറാന്, പിന്നെ അതുപോലെ സൗദി, UAE എന്നൊക്കെ നമ്മൾ എണ്ണ വാങ്ങിച്ചു തുടങ്ങിയത്. അപ്പം ഇത് കേൾക്കുന്ന ഒരാൾ, ഇപ്പം ഈ ഒരു യൂട്യൂബറുടെ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ആൾ വിചാരിച്ചു ഇനി ഗിയാനയിലെ എണ്ണ മൊത്തം നമ്മൾ അടിച്ചെടുത്ത് നമ്മൾ പൊളിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ ഗിയാനയിൽ എണ്ണ കൊടുക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് ഗിയാനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ എടുക്കുന്ന അവിടുത്തെ എണ്ണ ഏറ്റവും ഹയസ്റ്റ്, അതായത് ഏറ്റവും കട്ടി കൂടിയ എണ്ണ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിഫൈൻ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ റിഫൈൻ ചെയ്തെടുക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ കമ്പനി അതായത് EXSON മൊബൈൽ എന്ന് പറഞ്ഞ ഗിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി 45% എണ്ണ ഗിയാനയുടെ എടുക്കുന്നത്. ഫസ്റ്റ് കമ്പനി നോക്കി വെച്ചിട്ടോ, EXSON എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് എടുക്കുന്ന മറ്റൊരു കമ്പനിയാണ് ചെറോൺ കോർപ്പറേഷൻസ് കേട്ടോ. ഷെറോൺ കോർപ്പറേഷൻസ് 30% ഇവിടുന്ന് എണ്ണ എടുക്കുന്നത്. പിന്നെ CNOCC എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനി 25%. ഇവരാണ് ഈ 100% എടുക്കുന്നത്. പിന്നെ മറ്റ് ചില ചെറിയ കമ്പനികളുണ്ട്, വെറും പെർസെൻറ്റേജ് ശതമാനം മാത്രം എടുക്കുന്ന ടോട്ടൽ എനർജീസ്, ടുലോ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റ് ചില കമ്പനികളും അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞ മെയിൻ കമ്പനികളാണ് കേട്ടോ. ഈ മെയിൻ കമ്പനികളിൽ ഫസ്റ്റ് EXSON മൊബൈൽ എന്ന് പറഞ്ഞ കമ്പനി, ഇതാണ് ആ കമ്പനി. ഈ കമ്പനി ഈസ് ആൻ അമേരിക്കൻ മൾട്ടിനാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കോർപ്പറേഷൻ. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ടെക്സസിലാണുള്ളത്. അപ്പോൾ ഇതാണ് അവിടുന്ന് ഏറ്റവും കൂടുതൽ എണ്ണ സംസ്കരിക്കുന്ന കമ്പനി. അതാണ് അമേരിക്കൻ കമ്പനി. നോട്ട് ചെയ്യണേ, അമേരിക്കൻ കമ്പനി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് HESS ഓയിൽ റിഫൈൻസ് പറഞ്ഞത്. ഈ കമ്പനിയാണ് പിന്നെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഈ കമ്പനിയാണ് HESS കോർപ്പറേഷൻ, എ മേജർ ഇൻഡിപെൻഡന്റ് എമർജൻസി കമ്പനി ഫോക്കസ്ഡ് ഓൺ എക്സ്പ്ലോറിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസസ്. ഇതിൻ്റെ ബേസ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂയോർക്ക് സിറ്റി. അതായത് ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. പിന്നെ ഉള്ളതാണ്, പിന്നെ അടുത്തത് പറഞ്ഞാൽ CNOOC എന്ന് പറയുന്ന കമ്പനിയാണ്. പിന്നെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഈ കമ്പനി ഏതാണ്? ചൈന നാഷണൽ ഓഫ്ഷോർ ഓയിൽ കോർപ്പറേഷൻ, അതായത് ചൈനീസ് കമ്പനിയാണ്. ഈ കമ്പനികളാണ് ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ ഡിഗ് ചെയ്ത് എടുക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇയാൾ പറഞ്ഞ കണക്കിൽ അവിടെ 2026 ആയാലും ഇന്ത്യ അല്ല അവിടെ പോയിട്ട് ഓയിൽ എടുക്കാൻ പോകുന്നത്. കാരണം ഇത്രയും വലിയ മൾട്ടിനാഷണൽ കമ്പനീസാണ് അവിടുന്ന് ഓയിൽസ് എടുക്കുന്നത്. ഇപ്പം അവരുടെ ഹൈ എൻഡ് എന്താ പറയുക മെഷീനറീസ് വെച്ചിട്ടാണ് അവിടെ നിന്ന് അത് റിഫൈൻ ചെയ്തിട്ട് അവരെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഓയിൽ വാങ്ങിക്കുന്നത്. ഇത് വെനിസ്വേല ഇനിയിപ്പോൾ ആ ഒരു സ്ഥലം വിട്ടുകൊടുത്താലും അല്ലെങ്കിൽ ആ ഒരു സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ലെങ്കിലും ഈ കമ്പനി ത്രൂ ആണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഇവരുടെ മേലൊരു ബിഡ് വെച്ചിട്ടൊന്നും നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഒരു കമ്പനികൾക്കും ഇത് വാങ്ങിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പം ഇല്ല. ആ ഓപ്ഷൻസ് 2026 നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതിലെ മേജർ പങ്ക് വഹിക്കുന്ന അമേരിക്കൻ കമ്പനീസ്, ട്രംപ് എന്തിനാണ് ഇപ്പം വെനിസ്വേല പിടിച്ചെടുത്തത്? വെനിസ്വേലയിലുള്ള എനർജി അല്ലെങ്കിൽ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ വെനിസ്വേല ഓൾറെഡി ഞങ്ങളുടെതാണെന്നും പറഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഏരിയ ഉണ്ട് ഗിയാനയുടെ. അത് ട്രംപ് വിട്ടുകൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി വിട്ടുകൊടുത്തു കഴിഞ്ഞാലും ആ സ്ഥലത്തെ മെയിൻ കമ്പനീസ് ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനീസും പിന്നെ ചൈനീസ് കമ്പനീസും പിന്നെ വരുന്ന 3rd 4th പൊസിഷനിൽ വരുന്ന ഖത്തർ ഓയിൽ കോർപ്പറേഷനുമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഇവർ തന്നെ ഡിഗ് ചെയ്യാൻ പോകുന്നത്. ഇവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് റഷ്യൻ്റെ അടുത്ത് ഈ ഓയിൽ വാങ്ങിച്ചിരുന്നത്? പൈസ കുറഞ്ഞ് കിട്ടും. അമേരിക്കൻ കമ്പനീസും അമേരിക്കയുടെ സൈഡിൽ നിന്നും പൈസ കൂടും. വീണ്ടും റഷ്യയുടെ കയ്യിൽ നിന്ന് പേടിച്ചിട്ട്, ട്രംപ് പറഞ്ഞത് പേടിച്ചിട്ട് നമ്മുടെ മോദിജി എല്ലാം കൂടെ അമേരിക്കൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ള കൺട്രീസിൽ നിന്നും വാങ്ങിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഗിയാനയിൽ നിന്ന് കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാലും വെനിസ്വേലയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും വീണ്ടും നമ്മൾ അമേരിക്കൻ കമ്പനീസിൻ്റെയും ചൈനീസ് കമ്പനീസിൻ്റെയും കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓയിൽ വാങ്ങിക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ ഇപ്പം ഒരു ലാഭം കിട്ടി നമ്മൾ കൂടുതലായിട്ട് ഓയിൽ ഈ പറഞ്ഞ ചൈനീസ് കമ്പനീസിൻ്റെയും ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനീസിൻ്റെ അടുത്ത് വാങ്ങിക്കുമ്പോഴല്ലോ ഇത് അടി കിട്ടാൻ പോകുന്ന ആർക്കാണെന്ന് അറിയാം ഏറ്റവും കൂടുതൽ? അത് റിലയൻസിനാണ്. റിലയൻസിൻ്റെ ഓയിൽ നമ്മൾ വാങ്ങിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ മോദിജി അംബാനീനെ വെട്ടിയിട്ട് അപ്പുറത്തോട്ട് പാടുന്നുള്ളത്? മറ്റ് കമ്പനികളെ ചാടുന്നു? ഇല്ല. ഇനി ഈ പറഞ്ഞ അംബാനി ചിലപ്പോൾ ഈ പറഞ്ഞ കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് ഡീൽ ഉണ്ടാക്കിയിട്ട് ഗിയാനയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും ഓയിൽ വാങ്ങിച്ചിട്ട് നമുക്ക് തരും. നമ്മുടെ സർക്കാർ അംബാനീൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങിക്കാൻ പോകുന്നുള്ളൂ. അപ്പം ഇതാണ് അവിടുത്തെ യഥാർത്ഥ സ്റ്റോറി. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ആ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ്, ഏതൊക്കെ കമ്പനീസാണ് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഓപ്ഷൻസ് ഏത് ലെവലിലാണ് അത് വാങ്ങിച്ചു പോയിട്ടുള്ളതെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഈ ഞാൻ പറഞ്ഞ യൂട്യൂബർ ഇപ്പോൾ
വലിയൊരു എന്താ പറയുക ഈ വീഡിയോ ചെയ്ത് സംഖ്യകളെ സുഖിപ്പിക്കുന്നത്. എൻ്റെ പൊന്നു സംഖ്യകളെ, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ തോൽവിയാണ്, നമ്മുടെ പ്രധാനമന്ത്രി തോൽവിയാണെന്നുള്ളത് നിങ്ങൾ സമ്മതിക്കണം. നമ്മുടെ വിദേശ പോളിസീസ് അട്ടർ ഫ്ലോപ്പാണ് ഇപ്പം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട്. ഈ ചാടി കളിക്കുന്നത്, ചാടുന്ന ന്യൂസ് നമ്മൾ ഉണ്ടാക്കുക, ചാടിയിട്ട് നമ്മൾ കുഴിയിൽ വീഴുന്നുണ്ട് അല്ലെങ്കിൽ കുഴിയിൽ വീഴുന്നുണ്ട് എന്നുള്ള ന്യൂസ് ഈ പറഞ്ഞ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരില്ല. ഈ പറഞ്ഞ യൂട്യൂബർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നില്ല, ഗോദി മീഡിയ കാണിച്ചു തരാൻ പോകുന്നില്ല, നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൊന്നും ഇതിന്റെ യഥാർത്ഥ നെക്സ്റ്റ് ലെവൽ ചാടുമ്പോൾ കാണിതോ ചാടി മേലെത്തി, മോദി ചങ്ങ് മേലെട്ടുന്നത്, അവിടെ നിന്ന് ചന്തിയും കുത്തി താഴത്ത് വീണ ന്യൂസ് ആരും നിങ്ങൾക്ക് കാണിച്ചു തരില്ല. മോദിജി ചാടും, മേലത്തുള്ള ഫോട്ടോ എടുത്ത് നിങ്ങൾ കാണിച്ചു, ഇതോ മോദിക്ക് ഏറ്റവും മേലുണ്ട്. അവിടുന്ന് പിടിവിട്ട് താഴെ വീട് ചന്തിയും കുട്ടി താഴെ ഒറ്റ വെക്കില്ല അപ്പട്ടേയെന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ നിങ്ങൾക്ക് ഗോദി മീഡിയയും ഈ പറഞ്ഞ ഒരു മലനാടന്മാരും നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നില്ല. അവിടെ നിങ്ങളെ പറ്റിക്കും. നിങ്ങളത് മേലത്തെ ഇപ്പോഴും മോദി മേലെയാണ് വിശ്വഗുരു ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ വിശ്വഗുരു ചക്കഗുരു ആയിട്ട് ചൊളിഞ്ഞ് താഴത്ത് വീണെന്നുള്ളത് നമുക്ക് ആരും കാണിച്ചു തരില്ല. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ, നിങ്ങളെ പറ്റിക്കാൻ വളരെ ഈസിയാണ്, സുഖമാണ് സംഖ്യകളെ പറ്റിക്കാൻ എന്ന് പറയപ്പെടുന്നതിനുള്ള കാരണം എന്താണ്? അപ്പം ഈ പറഞ്ഞ 2026 പുതിയ ഇനി ബിഡ് വന്ന് നമുക്ക് അവിടെ നമ്മൾ ഇന്ത്യ കൂടുതൽ ബാരൽസ് ഓയിൽ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയി ഡിഗ് ചെയ്യാനും നമ്മൾ അവിടെ നിന്ന് അത് റിഫൈൻ ചെയ്യാനും പോകുന്നില്ല. ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനീസ് അവിടെ, കാരണം ഈ ട്രംപ് വന്ന് വെനിസ്വേല പിടിച്ചെടുത്ത് തന്നെ അവിടുത്തെ ഓയിൽ കണ്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്ന, അല്ലെങ്കിൽ ഗുയാനയുടെ സ്ഥലമാണത് അല്ലെങ്കിൽ വെനിസ്വേലയുടെ സ്ഥലമാണെന്നും പറഞ്ഞ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓയിൽ റിഫൈൻ ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു പ്ലേസ് ട്രംപ് എന്തായാലും മോദിക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്നത് സത്യമാണ്. കാരണം മോദിക്ക് എവിടെ കണ്ടാലും അടി കൊടുക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ട്രംപാണുള്ളത്. അപ്പം അത് ഉമ്മക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനീസും ചൈനീസ് കമ്പനീസും അത് എടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, നമ്മുടെ ഈ പറഞ്ഞ കമ്പനീസൊക്കെ വെച്ചിട്ട്. ഇനി അതല്ല, അതിൽ കുറഞ്ഞ വല്ല പെർസെൻറ്റേജ് റിലയൻസിന് കിട്ടിയാലോ നമ്മൾ പൈസ വലുത് തന്നെ കൊടുത്തെടുക്കണം. നമ്മുടെ ഇന്ത്യയിൽ ആർക്കെങ്കിലും ഒരു സുഖം, അതിന് ഒരു ഗുണം കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ പോലെ റഷ്യയിൽ നമ്മൾ വില കുറഞ്ഞ് ക്രൂഡ് ഓയിൽ വാങ്ങിച്ചപ്പോഴും നമ്മൾ പെട്രോൾ അടിച്ചത് 100-110 തന്നെ. അതിൻ്റെ കൂട്ടത്തിൽ ഗഡ്കരിൻ്റെ മോൻ്റെ കുമ്പ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ E20 പെട്രോളും കൂടെ കൂട്ടിയടിച്ച് ഓനും കൊടുത്ത് പൈസ കുറച്ച്. അല്ലാതെ ഈ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സംഖ്യക്ക് പണ്ട് ഉള്ളി സുര പറഞ്ഞ പോലെ 50 ഉറുപ്പിക്ക് ഉള്ളി സുരൻ്റെ അണ്ണാക്കിൽ പെട്രോൾ അടിച്ചിരുന്നേ പറഞ്ഞിരുന്നത്. എന്നിട്ട് ആർക്കെങ്കിലും കിട്ടിയോ അണ്ണാക്കിൽ 50 ഉറുപ്പിൻ്റെ പെട്രോൾ? ഇല്ലല്ലോ. കൂടി നമ്മൾ 100 കഴിഞ്ഞ് 110 അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത്രയും ന്യൂസ് വരുമ്പോൾ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതുകൊണ്ട് പാവപ്പെട്ടവനെ എനിക്കോ നിങ്ങൾക്കോ ഈ പറഞ്ഞ ഒരു മനുഷ്യനും ഒരു കോണവും കിട്ടുന്നില്ല. മുതലാളിമാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനീസിൻ്റെ അടുത്തും ഈ പറഞ്ഞ ചൈനീസ് കമ്പനീസിൻ്റെ അടുത്തും ഖത്തറി കമ്പനീസിൻ്റെ അടുത്തും നമ്മൾ വീണ്ടും എണ്ണ വാങ്ങിക്കും. എണ്ണയുടെ വില എന്നും കൂടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ബേസ് എന്താണ്? നമ്മൾ എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങുന്നുണ്ട്. മോദിജി മാസമാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറയുമ്പം നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഇങ്ങനത്തെ വലിയ വലിയ ഓപ്ഷൻസ് കിട്ടുമ്പോൾ എണ്ണയുടെ വില കുറയും, നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു ഗുണമാവും. ഒരു ഗുണം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ റഷ്യന്ന് പോലും എണ്ണ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഗുണം കിട്ടിയിട്ടില്ലല്ലോ. ഇനി അത് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അത് കൂടിക്കൊണ്ടേ ഇരിക്കാൻ പോകുന്നുള്ളൂ, കുറയാൻ പോകുന്നില്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെടാണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കാണുക ലോകത്ത് എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ചാടിയ മോദിനെ കാണാണ്ട് താഴത്ത് കിടക്കുന്ന മോദിനെ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണുക. അപ്പം ഇച്ചിരി ബോധമൊക്കെ വരും നിങ്ങൾക്ക്.